ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. നരച്ച മുടി എങ്ങനെ ഒറ്റ യൂസിൽ തന്നെ നല്ല കറുപ്പാക്കി മാറ്റാമെന്നും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക, ലൈക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് മുരിങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു നാരുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിലേക്ക് അങ്ങ് പോകും. തണ്ടോട് കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ ഇല മാത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് ആണ് കേട്ടോ ആഡ് ചെയ്തെടുക്കുന്നത്. ഈ ജ്യൂസ് നമ്മൾ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. അപ്പോൾ കുടിക്കുന്ന സമയത്ത് ഒരു ചവർപ്പ് ടേസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ കുറച്ച് തേനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ധാരാളമായിട്ട് വിറ്റാമിനുകൾ, മിനറൽസുകൾ, ആന്റി ഓക്സിഡന്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ജലദോഷം, പനിയൊക്കെ തടയാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ധാരാളമായിട്ട് നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മലബന്ധം, ഗ്യാസ്, വയറിളക്കം എന്നിവ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഷുഗർ ഉള്ളവർ ഇത് കുടിക്കുന്നത് മൂലം ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നത് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ BP ഉള്ളവർക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നതാണ്. ശരീരത്തിൽ വിഷാംശത്തെ പുറന്തള്ളാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. വീക്കം കുറയ്ക്കാനും ഇത് വളരെ നല്ലതാണ് കേട്ടോ. കൂടുതൽ അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നമ്മുടെ രക്തശുദ്ധീകരണത്തിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കല്ലുപ്പാണ്. എന്നിട്ട് ഒരു മൺചട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അലുമിനിയോ അതുപോലെ തന്നെ സ്റ്റീൽ പാത്രം ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത്. അപ്പം ഞാനിവിടെ മൺചട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് മൺചട്ടി ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഇരുമ്പിൻ്റെ ചട്ടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ആ കല്ലുപ്പാണ് ചൂടായതിനു ശേഷം ഒന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിലേക്ക് ഞാൻ കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള ഒരു പിടി മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ ഉപ്പ് വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഉപ്പ് വാങ്ങിയാൽ നല്ല വൈറ്റ് കളറിലായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് അതിൽ ധാരാളമായിട്ട് അഴുക്കുകളൊക്കെ അടങ്ങിയിട്ടുണ്ടാകും. അത് നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷിക്കുന്നതിലൂടെ നമുക്ക് തൈറോയ്ഡ് പ്രശ്നങ്ങൾ വരാനും അതുപോലെ തന്നെ വേറെയുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ നമ്മൾ ഇതുപോലെ ഒന്ന് വാങ്ങിച്ചിട്ട് ഈ മുരിങ്ങയിലേക്ക് ഇട്ടൊന്ന് ശുദ്ധിയാക്കിയതിന് ശേഷം നമ്മൾ കുക്കിങ്ങിനൊക്കെ എടുക്കുകയാണെങ്കിൽ യാതൊരു പ്രോബ്ലം തന്നെ വരുന്നതല്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് മൂലം അയോഡിനൊക്കെ ധാരാളമായിട്ട് നമ്മളുടെ ശരീരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് ഉപ്പൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് അകലം പാലിച്ച് തന്നെ നിങ്ങളിത് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഉപ്പിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ട് ഈ മുരിങ്ങയിൽ നല്ല ക്രിസ്പി ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ചൂടാറിയതിനു ശേഷം നന്നായിട്ട് ഫൈനായിട്ട് ഈ ഇലം കൂടെ ചേർത്തിട്ട് നമുക്ക് പൊടിച്ചിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്ന. നമ്മൾ മെയിനായിട്ട് മുരിങ്ങയില യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വിഷാംശം വലിച്ചെടുക്കാനുള്ള നല്ലൊരു കഴിവുണ്ട് നമ്മുടെ മുരിങ്ങയിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മുരിങ്ങയില യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് മുരിങ്ങയില വെച്ചിട്ടുള്ള നല്ലൊരു കിടിലനൊരു ചമ്മന്തിയാണ്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം. ആവശ്യത്തിന് കുറച്ച് പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നേരത്തെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങയിലയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു പിടി തേങ്ങയും പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുളകും ഇതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തും കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മുരിങ്ങയില ഉപയോഗിച്ച് ചട്നിയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിന് ഇത് മാത്രം മതിയാവും, അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കറികളൊന്നുമില്ലാത്ത സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ മുരിങ്ങയില ഉണ്ടെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് ഇതുപോലൊരു താളിപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് മുരിങ്ങയില. ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ മക്കളെ കൊണ്ടൊക്കെ ഇത് കഴിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നമ്മളുടെ മക്കൾക്ക് കിട്ടുന്നതാണ്. ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില
മുരിങ്ങയില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഉണക്കി പൊടിച്ചെടുത്ത് വെക്കാം. അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില പൊടിയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് താളിപ്പും അതുപോലെ തന്നെ ചമ്മന്തിയും മാത്രം കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഓംലേറ്റ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇടികല്ലിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, കുരുമുളക്, ചെറിയ ജീരകം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ മുരിങ്ങയിലയുടെ വേരും അതുപോലെ തന്നെ തണ്ടും തോലും ഇലയും പൂവും എല്ലാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നാടൻ മുട്ട ഉണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. എന്നിട്ട് നേരത്തെ നമ്മൾ ഇടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പേസ്റ്റ് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ കുത്തിയുള്ള ചുമ, ജലദോഷം, പനിയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ നമ്മൾ ഉപ്പിടാതെ ഒന്ന് ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്നൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. തുടർച്ചയായിട്ട് ഒരു 6 ദിവസം നമ്മൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നാടൻ മുട്ട ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. എൻ്റെ അടുത്ത് പെണ്ണില്ലാത്തത് കൊണ്ടാണ് ഈ മുട്ട ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റുമാണ്. ചോറിന് പിന്നെ വേറെ ഒരു കറിയും വേണ്ട. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിത് മരുന്നിന് വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും നമ്മൾ ചോറിനൊക്കെ കൂട്ടി കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പം മുരിങ്ങയില കഴിക്കാത്ത മക്കളും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കും കേട്ടോ. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചെറിയുള്ളിയും അതുപോലെ തന്നെ കുരുമുളകും ചെറിയ ജീരകം വെളുത്തുള്ളിയൊക്കെ എല്ലാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ നമ്മൾ മുരിങ്ങയിലും കൂടെ ചേരുമ്പോൾ ഒന്നും കൂടെ ഇരട്ടിയാകും അതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. കുഞ്ഞു മക്കൾക്കൊക്കെ ചുമ കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ മരുന്നുകളൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുണ്ടായിരിക്കും. എന്നാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ മരുന്നുകളൊക്കെ കൊടുത്തു നോക്കണേ. പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ. ഈ സ്പൈസിയും ഹെൽത്തിയുമായിട്ടുള്ള ഓംലേറ്റ് ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് മുരിങ്ങയില വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ സ്നാക്സ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങയില ഇതുപോലെ തണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം കേട്ടോ. മുരിങ്ങയില വെച്ചിട്ട് നമുക്ക് പായസം, സൂപ്പ്, അതുപോലെ തന്നെ ചായ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വീഡിയോ നല്ല ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. പായസത്തിൻ്റെ റെസിപ്പിക്ക് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബജ്ജൊക്കെ ഉണ്ടാക്കുന്ന മാവാണ്. അത് പാത്രത്തിലേക്ക് ഇട്ടെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ചൂടായതിന് ശേഷം ഈ മാവിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് മുരിങ്ങയില ബജ്ജി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഇത് മുരിങ്ങയില വെച്ചിട്ടാണ് ചെയ്തെടുത്തതെന്ന് ആരും തന്നെ പറയില്ല. അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മക്കൾക്ക് നല്ല നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ മക്കൾക്ക് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തലേ ദിവസത്തെ കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മുരിങ്ങയില ജ്യൂസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ആരോഗ്യ ഗുണം അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ കഞ്ഞിവെള്ളം. നമ്മുടെ മുടിക്ക് നല്ല കരുത്ത് നൽകാനും അതുപോലെ തന്നെ നല്ല കറുപ്പായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ മുരിങ്ങയിലും കൂടെ ചേർക്കുന്ന സമയത്ത് തലയോട്ടിയിലൊക്കെ ഇത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തലയോട്ടിയിൽ രക്തയോട്ടം നന്നായിട്ടുണ്ടാവും. അടഞ്ഞ സുഷിരങ്ങളൊക്കെ തുറന്നിട്ട് ഏരിൽ നിന്ന് തന്നെ നമ്മുടെ മുടി സമൃദ്ധമായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഈ സ്പ്രേ സഹായിക്കുന്നതാണ്. അപ്പോൾ യാതൊരു കെമിക്കൽസും ഇല്ലാത്ത ഈ സ്പ്രേ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് മുരിങ്ങയില വെച്ചിട്ട് നമ്മൾ നരച്ച മുടി എങ്ങനെ കറുപ്പിക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഡൈ ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല ബ്ലാക്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുരിങ്ങയില ജ്യൂസിൽ നിന്നും വളരെ കുറച്ച് മാത്രം ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന പൗഡറാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. ഇതെല്ലാം നമ്മുടെ മുടിക്ക് നല്ല കരുത്തും അതുപോലെ തന്നെ നല്ല കറുപ്പും നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കടുക്ക പൗഡറാണ് കേട്ടോ. കടുക്ക പൗഡർ എന്താണെന്നും അതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യാന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നല്ല ലെങ്തി ആയിട്ട് പോകും. അതുകൊണ്ടാണ് ഇതിൽ ഞാനൊന്നും പറയാത്തത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക്
മനസ്സിലാവും ട്ടോ ഈ കടുക്ക പൗഡർ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എല്ലാ പൊടിയും നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു ഓവർനൈറ്റ് ഇത് അടച്ച് വെക്കാം. പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെന്നയാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കളർ നമ്മളെ കയ്യിലൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല ഹെന്ന തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴേ നമുക്ക് 100% തന്നെ റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഹെന്ന നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് നമ്മളുടെ ഡൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരിട്ട് നരച്ച മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ യാതൊരു കെമിക്കൽസും ഇല്ലാതെ ഒറ്റ യൂസിൽ തന്നെ മുടി കറുപ്പിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡൈ തേച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തലയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മളുടെ മുടി നല്ല ബ്രൗൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പിറ്റേ ദിവസം നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ കുറച്ച് ഇൻഡിഗോ പൗഡർ എടുത്ത് അതിലേക്ക് കുറച്ച് നേരിയ വാം വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നമ്മൾ ബ്രൗൺ നിറമായിട്ടുള്ള അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി നല്ല നാച്ചുറൽ ബ്ലാക്ക് ആയിട്ട് വരുന്നതാണ്. ഈ ഒരു ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്തിട്ട് കുറേ സമയം നമ്മൾ വെച്ച് കൊടുക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് നല്ല ബ്ലാക്ക് ആയിട്ട് തന്നെ മുടി കിട്ടുന്നതാണ്. യാതൊരു കെമിക്കൽസും തന്നെ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ കുറച്ച് സമയം ഈ ഇൻഡിഗോ പൗഡർ പുറത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ബ്ലാക്ക് ആയിട്ട് വരും കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയിലും ഇത് പ്രവർത്തിക്കുന്നത്. കുറച്ച് സമയം വെച്ചപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ കളർ ബ്ലാക്ക് ആയിട്ട് വരുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ മുടിയും കറുപ്പായി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവാനും അതുപോലെ തന്നെ വരണ്ട ചർമ്മമൊക്കെ നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന നല്ലൊരു കിടിലൻ ഒരു ബ്യൂട്ടി പാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങയില ജ്യൂസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്, വില കൂടിയ ക്രീമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കടലമാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് റോസ് വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ മറ്റേ പാക്കൊക്കെ ഇടുന്നത് പോലെ തന്നെ നമുക്കിത് നന്നായിട്ട് നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കുറച്ചൊന്ന് ഡ്രൈ ആയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് മുരിങ്ങയില ജ്യൂസ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകി കൊടുത്താൽ മാത്രം മതിയാവും. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മളുടെ ഫേസിലൊക്കെ രക്തയോട്ടം ഉണ്ടാവുന്നത് മൂലം മുഖം നന്നായിട്ട് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കയ്യിലാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ മുഖത്ത് ചെയ്യേണ്ടത്. ഇതുപോലെ നല്ല റൗണ്ടിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലൈവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിച്ച് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. പ്രായാധിക്യം മൂലം വരുന്ന ചുളിവുകളൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ മുഖക്കുരു തടയാനും മുഖത്തിന് നല്ല ഗ്ലോ തരാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% തന്നെ നിങ്ങൾക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ മുഖമൊക്കെ നല്ലതായിട്ട് ഗ്ലോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ ഞാൻ കൈയൊന്ന് കഴുകിയതിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ചെറുതായിട്ടൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഡെയിലി നിങ്ങളത് യൂസ് ചെയ്യുന്നത് മൂലം നല്ലൊരു വ്യത്യാസം തന്നെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.